ഇന്ന് രാത്രി 11:30 വരെ ആയിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നുള്ള ഓറഞ്ച് അലേർട്ട് നിലനിന്നത്. പക്ഷേ നാളേക്ക് അത് നീട്ടിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 3:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായ ഓറഞ്ച് അലേർട്ട് ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നൃപൻ, എന്തൊക്കെ മുന്നറിയിപ്പാണുള്ളത്? വിനിഷ, കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഇന്ന് രാത്രി 11:30 വരെയായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷനായി വന്നിട്ടുള്ളത് ഈ പ്രതിഭാസത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാളെ വരെ വീണ്ടും ഓറഞ്ച് അലർട്ട് നീട്ടിയിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തുമാണ് മുന്നറിയിപ്പ് നീട്ടിയിട്ടുള്ളത്. നാളെ വൈകിട്ട് 3:30 വരെ അതിതീവ്ര തിരമാല ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തീരപ്രദേശത്ത് തുടരുന്ന ജാഗ്രത ഇനിയും തുടരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടൽ തീരപ്രദേശത്ത് വലിയ തരത്തിൽ തിരമാല ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. തീരശോഷണത്തിനും ഒപ്പം തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്കൊക്കെ തന്നെ കേടുപാട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ പ്രദേശത്ത് മത്സ്യബന്ധന യാനങ്ങൾ മാറ്റണം എന്നും ഒപ്പം തന്നെ അവയെല്ലാം ഈ പറയുന്ന തരത്തിൽ കെട്ടിയിടണം എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നിലവിലുണ്ട്. അതനുസരിച്ച് ഇന്ന് തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. അതേ നിർദ്ദേശം വീണ്ടും തുടരും. ബീച്ചിലേക്ക് യാത്രകൾ, കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം പൂർണ്ണമായി ഇപ്പോഴും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പുതിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ നാളെയും ആ മുന്നറിയിപ്പ് തുടരും എന്നതാണ്. ഈ കേരള തീരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ വള്ളങ്ങളും ഒപ്പം തന്നെ ചെറിയ യാനങ്ങളും ഈ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നിലവിലുള്ളതാണ്. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നാളത്തെ ഒരു ദിവസം കൂടി ബാധകമാണ്. നാളെ വൈകിട്ട് പുതിയ കാലാവസ്ഥ സമുദ്ര സ്ഥിതി പഠന കേന്ദ്രത്തിന്റെ പുതിയ അപ്ഡേഷൻ വരുന്നതുവരെ ഓറഞ്ച് അലർട്ട് തുടരുകയും ചെയ്യും. വിനിഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തീരദേശത്തുള്ളവർക്കും മത്സ്യബന്ധനത്തിനായി പോകുന്നവരും സൂക്ഷിക്കുക, മുന്നറിയിപ്പുകൾ പാലിക്കുക.